ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇത് നമ്മുടെ സമയം ലാഭിക്കാനും ജോലി എളുപ്പമാക്കാനും ഗ്യാസൊക്കെ ലാഭിക്കാനുള്ളൊരു വഴിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വറുത്തെടുക്കാനായിട്ട് 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 5ഉം 10ഉം തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും, ഒട്ടും കേടൊന്നും കൂടാതിരിക്കും. നോമ്പിനൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം അടുക്കളയിൽ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വറുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ചുവട് കട്ടിയുള്ള ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയിലൊക്കെ വെച്ച് വറുത്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കൂടുതൽ അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ല രീതിക്ക് തന്നെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. അത് ചേർത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് വിറകടുപ്പിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. നമ്മുടെ ചോറും കറിയും എല്ലാം ആയിക്കഴിഞ്ഞ് അടുപ്പ് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്ത് വെച്ചാൽ മതി. തേങ്ങ വറുത്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് നമ്മൾ സാവധാനം വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ഇതിലത്തെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഈ തേങ്ങ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്ത ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് തേങ്ങ അതുപോലെ ഒരു 5-6 ഒന്ന് വറുത്ത് വെച്ചാൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ടൈമും കൂടുതലായിട്ട് വേസ്റ്റ് ആവില്ല. ഒന്ന് ഇതുപോലെ വറുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്നെടുത്ത് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ നിറമെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നമ്മളിത് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ തേങ്ങ വറുത്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവി വറുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ കറി ഉണ്ടാക്കാനായാലും നല്ലൊരു യൂസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. ഞാൻ അടുപ്പിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വറവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും നമ്മളിത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ ചട്ടിയുടെ ചൂടാറുന്നത് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ബോട്ടിലാക്കി വെക്കുന്നവരുണ്ട്. പക്ഷേ ഞാനിത് നന്നായിട്ട് തണുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ബോട്ടിലാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇത് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് തണുത്താലും ഇതിൻ്റെ ആ മൊരിച്ചിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഉണങ്ങി വെള്ളം ഒട്ടുമില്ലാത്ത ഒരു മിക്സി ജാറിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ ഒന്ന് കേട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരക്കാനായിട്ട് എടുക്കുമ്പോഴും നമ്മൾ അതിലേക്ക് ഇടുന്ന സ്പൂണ് നന്നായിട്ട് ഉണങ്ങി ഒട്ടും തന്നെ വെള്ളമില്ലാത്ത സ്പൂൺ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഒട്ടും തന്നെ കേടുവരാതെ ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. കൂടാതെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.